ഓരോ ദിവസവും നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണല്ലേ. നമ്മളെപ്പോഴും കംപ്ലൈൻറ്റ് മാത്രം ചെയ്യാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ കൂടെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ നല്ലതായി മാറും. അപ്പോൾ ഇന്ന് ട്രെയിൻ യാത്രയിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചായിരുന്നു. ഷെറിൽ സാൻബർഗിൻ്റെ ഈ പുസ്തകത്തിൽ ചില വരികൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. നത്തിങ് ഈസ് പെർമനൻറ്റ്, ഒന്നും ശാശ്വതമല്ല. പിന്നെ പറയുന്നത് ദുരന്തങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയെ ഒഴിവാക്കാൻ കഴിയുകയില്ല, പക്ഷെ അവയിൽ നിന്ന് വീണ്ടും ഉയർന്നു വരാൻ പഠിക്കാം. ഡോണ്ട് പ്രസ് ദ പാനിക് ബട്ടൺ. പാനിക് ആകുമ്പോൾ നമ്മുടെ ചിന്ത മങ്ങിപ്പോവും. പുസ്തകത്തിൽ പറയുന്ന ഒരു ആശയം, ശബ്ദവും തിരക്കുമുള്ള സാഹചര്യത്തിൽ ആളുകളെ ഒരു ബട്ടൺ അമർത്താൻ പറഞ്ഞപ്പോൾ അത് അമർത്തിയാൽ സഹായം ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചാൽ പലരും അത് അമർത്തേണ്ട സാഹചര്യം വരാതെ തന്നെ കൂടുതൽ ശാന്തരായി പ്രവർത്തിച്ചു. സഹായം ലഭിക്കും എന്ന വിശ്വാസം തന്നെ ധൈര്യം നൽകുന്നു. ജീവിതത്തിലും അതുപോലെ നമ്മൾ ഒറ്റയ്ക്കല്ലെന്നറിയുന്നത് മുന്നോട്ട് പോകാൻ ശക്തി നൽകും. പിന്നെ പറയുന്നത് ജീവിതത്തിൽ ചെറിയ ചെറിയ വിജയങ്ങൾ, 3 സ്മോൾ വിക്ടറീസ്. വലിയ പ്രശ്നങ്ങൾക്കിടയിലും ഓരോ ദിവസവും 3 ചെറിയ വിജയങ്ങൾ കണ്ടെത്തുക. ഇന്നൊരു പ്രധാന ജോലി പൂർത്തിയാക്കി, ഒരാളെ സഹായിച്ചു, ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചു. ചെറിയ വിജയങ്ങൾ നമുക്ക് ആശ്വാസം കൊണ്ടുതരും. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. ഓരോ ദിവസവും നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതുക. പിന്നെ പറയുന്നത് 3 ഹാപ്പി മൊമെൻറ്റ്സ്. ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് സന്തോഷം നൽകിയ 3 നിമിഷങ്ങൾ ഓർക്കുക. പിന്നെ പറയുന്നത് ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ് ഫോർ എവറിത്തിങ്. നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങൾക്ക് സ്വയം കുറ്റപ്പെടുത്തരുത്. എല്ലാ സംഭവങ്ങളും നമ്മുടെ തെറ്റുകൊണ്ടല്ല. ഡോണ്ട് ലെറ്റ് വൺ ഫെയിലിയർ ഡിഫൈൻ യുവർ ഹോൾ ലൈഫ്. ഒരു മേഖലയിലെ പരാജയം ജീവിതത്തിലെ എല്ലാ മേഖലകളുടെയും പരാജയമല്ല. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇതും മാറും, ഈ കാലഘട്ടവും കഴിഞ്ഞു പോകും. എനിക്ക് പിന്നെ തോന്നി ഈ പുസ്തകം അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഗുണം ചെയ്യുമെന്ന്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ വായിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ കോട്ടയത്തെത്തി. തിരിച്ച് വീട്ടിലേക്കുള്ള പോക്കാണ്. അങ്ങനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു.